ഇതാദ്യമായിട്ട് ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ അവർ ഈ പശ്ചിമേഷ്യൻ തീരത്ത് വന്ന് നടത്തുന്ന യുദ്ധത്തിൽ ഇന്ത്യയുടെ ഒരു കപ്പൽ മുങ്ങിയിരിക്കുന്നു. ആ യുദ്ധത്തിൻ്റെ ഭാഗം തന്നെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇത് മുങ്ങിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ സമുദ്രത്തിലല്ല, മറിച്ച് ഇത് ചെങ്കടലിലാണ്. ചെങ്കടലിൽ മുക്കിയതാരെന്നൊക്കെ നമുക്കറിയാം. ചെങ്കടലിൽ മുക്കിയത് ഹൂത്തി വിമതരാണ്. ഹൂത്തി വിമതരെന്ന് പറയുന്നത് നമുക്കറിയാം ഇറാന്റെ പിന്തുണയുള്ള ഒരു ഗ്രൂപ്പാണ്. സ്വാഭാവികമായിട്ടും ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പ് ഇന്ത്യൻ കപ്പലിൻ്റെ ശത്രുക്കളല്ല, ഉറപ്പാണത്. മനഃപൂർവ്വമല്ല, അറിയാതെ സംഭവിച്ചായിരിക്കാം. പക്ഷെ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു. ഇന്ത്യക്ക് ഒരു പങ്കുമില്ലാത്ത, പങ്കാളിത്തമില്ലാത്ത ഒരു പ്രശ്നത്തിൽ ഇന്ത്യയുടെ കപ്പൽ മുങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കപ്പൽ അവിടെ രക്തസാക്ഷിയായി തീർന്നു. അതിനകത്ത് ചരക്ക് കപ്പലാണ്, 24ഓളം ആൾക്കാരുണ്ടായിരുന്നു. ക്ഷമിക്കണം, 24ഇല്ല, അതിൽ 14 പേരാണ് ഉണ്ടായിരുന്നത്. ആ 14 പേരിൽ 13 പേരും ഇന്ത്യക്കാരാണ്, ഒരാൾ യമൻ പൗരനാണ്. കഴിഞ്ഞ രാത്രിയാണിത് സംഭവിച്ചത്. കഴിഞ്ഞ രാത്രി വൈകിയാണ് സംഭവിച്ചത്. ഭാഗ്യവശാൽ ആരും മുങ്ങിയിട്ടില്ല, മുങ്ങി മരിച്ചിട്ടുമില്ല. കപ്പലിൻ്റെ പേര് MSV ഫൈസ്നൂർ ഒലിയ എന്നുള്ള കപ്പലാണ്. ആ കപ്പലാണ് ആ സമുദ്രത്തിൻ്റെ, ചെങ്കടലിൻ്റെ അഗാധതകളിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കപ്പൽ ജീവനക്കാരിൽ ആരും തന്നെ മരിച്ചിട്ടില്ല. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത് യമൻ്റെ ഔദ്യോഗിക സൈന്യം. ഔദ്യോഗിക സൈന്യം എന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം, യമൻ ഇപ്പോൾ ഏറെക്കുറെ ഹൂത്തി വിമതരുടെ പിടിയിലാണ്. ഏറെക്കുറെ അതിൻ്റെ തലസ്ഥാനത്ത് നിന്ന് തന്നെ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഗവൺമെൻറ്റിന് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത്ര രൂക്ഷമാണ് അവിടെ വിമത ശൈല്യം. വിമതം എന്ന് പറഞ്ഞാൽ ഹൂത്തികളാണ് പിന്തുണയ്ക്കുന്നത്. ആ ഹൂത്തികളെ എതിർക്കുന്ന പക്ഷമാണ് സൗദി അറേബ്യ. ഇതെല്ലാം തൊട്ടടുത്തടുത്ത് ഇങ്ങനെ കിടക്കുന്ന രാജ്യങ്ങളാണ്, സൗദി അറേബ്യ, യമനും ഇതെല്ലാം. ആ സൗദി അറേബ്യയുടെ കപ്പലുകൾ ഇനി ഇതുവഴി സഞ്ചരിക്കരുതെന്നൊരു തിട്ടൂരം നേരത്തെ ഹൂത്തികൾ നൽകിയിട്ടുണ്ട്. എന്താ കാര്യം? കാരണം ഹൂത്തികൾക്കെതിരെ നേരത്തെ സൗദി അറേബ്യ ഒരു ആക്രമണം നടത്തിയിരുന്നു. അവിടുത്തെ ഭരണപക്ഷത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അതേസമയം നമ്മുടെ UAE, തൊട്ടടുത്താണ് സൗദി അറേബ്യയുടെ പേർഷ്യൻ ഗൾഫിൽപ്പെട്ട രാഷ്ട്രമായിട്ടുള്ള UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന രാജ്യം പിന്തുണയ്ക്കുന്നത് അവിടുത്തെ ഒഫീഷ്യൽ ഗവൺമെൻറ്റിനെ അല്ല. അങ്ങനെ അവിടെ ഒരു ചേരിതിരിവുണ്ട്. അപ്പോൾ ഹൂത്തികൾക്ക് എതിർപ്പ് UAEയോടല്ല, മറിച്ച് സൗദി അറേബ്യയോടാണ്. സൗദി അറേബ്യയിലേക്ക് അവർ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അയക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം അയച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്സാണ്. കഴിഞ്ഞ ദിവസം ഈ സൗദി അറേബ്യയുമായിട്ട് ഒരു ആണവ കരാറിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക ചർച്ചകൾ നടത്തിയത്. അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുണ്ട് കരാറുണ്ട്. ഏതൊരു രാജ്യം മറ്റേ രാജ്യത്തെ ആക്രമിച്ചാലും അത് രണ്ട് രാജ്യത്തിനും എതിരായിട്ടുള്ള ഒരു യുദ്ധമായിട്ട് കരുതും എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും ഈ പാകിസ്ഥാന് ഒരു ഇസ്ലാമിക ബോംബുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അമേരിക്കയുടെ സഹായത്തോടു കൂടി സൗദി അറേബ്യ, അതിന് പണമുണ്ട് അവർക്ക് ഇഷ്ടം പോലെ, ഒരു ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കരാർ അങ്ങ് നിർവീര്യമായി തീരും, ഒരു പ്രയോജനമില്ലാത്ത കരാറായിട്ട് മാറും. അമേരിക്കയുടെ കൂടെ തന്നെ നിൽക്കൂ സൗദി അറേബ്യ. അവർ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. അതിൻ്റെ വേണ്ട ടെക്നോളജി, പണം സൗദി അറേബ്യയുടെ കയ്യിലുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതോടുകൂടി ഹൂതി വിമത ശല്യം, അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഏറെക്കുറെ അവസാനിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ 14 കപ്പലില്ലാതെ കഴിഞ്ഞപ്പോൾ അവരുടെ ജോലിയും കൂടെ പോയി കാണും. ജീവൻ പോയില്ല എന്നുള്ളത് ഭാഗ്യം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. യമൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നാവികസേന, അതായത് ഹൂതികളെ എതിർക്കുന്നവരും അതുപോലെ തന്നെ അവരുടെ തന്നെ സംരക്ഷണ സേനയും ചേർന്നിട്ടാണ് ഈ രാത്രിയായതുകൊണ്ട് രക്ഷപ്പെടുത്താൻ നടത്തിയത്. നേരത്തെ ഒരു തവണ ഇന്ത്യൻ നാവിക സേന തന്നെ അവിടെ പോയിട്ട് രക്ഷപ്പെടുത്താൻ നടത്തിയിരിക്കുന്നു.
നടത്തിയിരുന്നു. അങ്ങനെ പലതവണ ഹൂത്തികളെ ഓടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പൽ പിടിച്ചെടുക്കുന്നവരെ അവർ വിരട്ടി ഓടിച്ചിട്ടുണ്ട്. ഒരു രക്ഷാപ്രവർത്തനം അല്ല, ശത്രു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രവർത്തനമല്ല. ഇപ്പോൾ ഇന്ത്യ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ കപ്പൽ സുരക്ഷിതമാണ്, ഇന്ത്യൻ കപ്പൽ ജീവനക്കാർ സുരക്ഷിതരാണ്. കപ്പൽ മുങ്ങിപ്പോയി കാണും, കാരണം അത്ര വലിയൊരു അറ്റാക്കാണ് നടന്നിട്ടുള്ളത്. ഇപ്പം ഇന്ത്യ ഗവൺമെൻറ് സർബാനന്ദ സോനോവാൾ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയുടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കപ്പലുകൾ സുരക്ഷിതമാകാൻ വേണ്ടതെല്ലാം ചെയ്യുക. അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഗംഭീരമായിരിക്കും. കപ്പലുകൾ സുരക്ഷിതമാവണമെങ്കിൽ എന്ത് വേണം? നാവികസേനയുടെ അകമ്പടി വേണം. അങ്ങനെയാണ് പണ്ടൊരിക്കൽ നമ്മുടെ കടൽ തീരത്തുകൂടി, കേരളത്തിൻ്റെ തീരത്തുകൂടി പോയ ഫ്രഞ്ച് ഇതുപോലുള്ളൊരു വ്യാപാര കപ്പലിൽ, വാണിജ്യ കപ്പലിൽ, മെർച്ചൻ്റ് നേവിയിൽ ഫ്രഞ്ച് പട്ടാളക്കാരുണ്ടായിരുന്നു. അവരാണല്ലോ വെടിവെച്ച് നമ്മുടെ 3 മത്സ്യത്തൊഴിലാളികൾ മരിക്കാനിടയായി. അതുപോലുള്ള പ്രൊട്ടക്ഷനോട് കൂടിയായിരിക്കും ഇനി ഇന്ത്യൻ കപ്പലുകൾ പോകുമ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നാവികസേന ഉണ്ടാവും. നാവികസേന എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നമ്പർ 1 ആണ്. ഹൂത്തികളല്ല ഏവം വന്നു കഴിഞ്ഞാലും ശരി, വെടിവെച്ച് അവിടെ തന്നെ ഇടും. കാരണം നമ്മുടെ നാവികരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ചുമതല ഈ രാജ്യത്തിനുണ്ട്. അവർ തീരുമാനത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൈനികമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ വളരെ ദുർഘടമായിട്ടുള്ളതും അതുപോലെ തന്നെ ദുഷിച്ചതുമായിട്ടുള്ള ഈ യുദ്ധത്തിലുണ്ടാവുക. കാരണം സിവിക് സെൻസിൻ്റെ യാതൊരു അടയാളവും ഇല്ലാത്ത, സംസ്കാരരഹിതമായ യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടത്. യാതൊരു റീസണും ഇല്ലാത്ത യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ അടപടലം നശിപ്പിക്കാനുള്ള, സപ്ലൈ ചെയിനുകളെല്ലാം തകർക്കാനുള്ള, ലോകത്തെ ഇരുട്ടിലേക്കും ഇരുണ്ട യുഗങ്ങളിലേക്കും നയിക്കാനുള്ള ഗോത്ര പകയാൽ പ്രേരിതമായ യുദ്ധം. ഇനിയിപ്പോൾ ഇന്ത്യ വളരെ സിവിലൈസ്ഡായിട്ട് തന്നെ അവരുടെ പ്രൊട്ടക്ഷൻ, അതാണ് തീവ്രവാദത്തിൽ നിന്ന് നമ്മുടെ പ്രൊട്ടക്ഷൻ ഏറെക്കുറെ 99% ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്ത്യ. അതുപോലെ തന്നെ നമ്മുടെ ചരക്ക് കപ്പലുകൾക്കുള്ള പ്രൊട്ടക്ഷൻ ഏതാണ്ട് 99% ഉറപ്പാക്കുന്ന രീതിയിലുള്ള നാവിക അകമ്പടികളോടുകൂടിയായിരിക്കും ഇന്ത്യൻ ഷിപ്പുകൾ പോവുക എന്ന് വിചാരിച്ച് വിദേശ നിർമ്മിതമായ വിദേശ കപ്പലുകളിലുള്ള ഇന്ത്യൻ ജീവനക്കാർക്ക് അത് പ്രൊട്ടക്ഷൻ ആവില്ല. കാരണം അവിടെ പോയി നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ആൾക്കാർ ചെയ്യുന്ന അവർ സമ്മതിക്കുമോ? ഇല്ല. അവർക്ക് അവരുടെ പട്ടാളം, അവരുടെ പ്രൊട്ടക്ഷൻ. ഇന്ത്യയുടെ കാര്യം ഇന്ത്യ നോക്കിക്കൊള്ളും. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കലങ്ങി മറിയാൻ പോകുന്നത്. ഈ ഘട്ടത്തിൽ ഇങ്ങനെയാണെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നതിനും ഇതേ തന്ത്രം തന്നെ ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ട് ചരക്ക് നീക്കം നടന്നു. കാരണം സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ഒരിക്കലും നശിപ്പിക്കരുതെന്ന് പലവട്ടം ഇന്ത്യ ഇറാനോടും അതുപോലെ അമേരിക്കയോടും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിനപ്പുറം നോക്കിയില്ലെങ്കിൽ നമ്മുടെ കാര്യം നമ്മൾ നോക്കിക്കോളാം എന്നുള്ളൊരു മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഇന്ത്യ എന്ന് പറയുന്നത് അത്ര ചെറുമീനൊന്നുമല്ല, നത്തോലിയുമല്ല. അത് തീർച്ചയായിട്ടും വേണ്ടതുപോലെ ഡോൾഫിനെ പോലോ അല്ലെങ്കിൽ തിമിംഗലത്തെ പോലെയോ പ്രവർത്തിച്ച് കാണിക്കും. നമ്മുടെ സംരക്ഷണം, നമ്മൾ തീവ്രവാദ കേന്ദ്രങ്ങൾ എങ്ങനെ കുറഞ്ഞു? നമ്മളിതുവരെ മൻമോഹൻ സിംഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കാലത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ ഇവർ ബോംബുകൾ പൊട്ടിച്ചുകൊണ്ടിരുന്ന നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഈ കർത്തവ്യതാമൂഢരായിരുന്നുവെങ്കിൽ അതിനൊരു ആക്ഷൻ പ്ലാനും, ആ പ്ലാൻ കൊണ്ടാണ് നമ്മൾ ഈ തീവ്രവാദത്തെ തകർത്തത്. ഇങ്ങനെയൊന്നും ഉണ്ടാവും എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പഞ്ചാബിലെ തീവ്രവാദം എന്നെങ്കിലും അവസാനിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല വാജ്പേയി ഗവൺമെൻറ് വരുന്നവരെ. എന്നതുപോലെ തന്നെ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ, ഇന്ത്യയുടെ ജീവനക്കാർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇതാ അന്ത്യം കുറിക്കുന്ന ഒന്നാണ് ചെങ്കടലിൽ യമൻ തീരത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.